ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇപ്പുറത്തുള്ള തോട് എക്സ്പ്ലോർ ചെയ്യാൻ പോണ് ഗൈസ്. അവർ രണ്ടുപേരും വരുന്നുണ്ട് ഗൈസ്, ക്യാമറാമാനും വരുന്നുണ്ട്, വെയിലത്ത് നിൽക്കുകയാണ്. ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ അനു ഇതാ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് തോട്ടിക്കാണ്. തോട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമ്മൾ തോട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കും, എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഡാമാണ് പറഞ്ഞിട്ട് സ്റ്റോറി ഇടും. ഓക്കെ, സെറ്റ് വാ. അസ്മയ്ക്ക് കുറച്ച് പരിപാടിയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇപ്പൊ വന്നതുള്ളൂ. നമ്മുടെ ക്യാമറ പറന്നിട്ടുണ്ട്. ഈ വഴി കൂടെയാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. പാടത്തിന്റെ നടുവിലെത്തിണ്ട്, പക്ഷെ നമ്മൾ സാധനം നിങ്ങൾ എസ്തെറ്റിക് പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ പാടത്ത് ഇതാ നോക്കുക. സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഞങ്ങൾ വൈകാണ്ട് വരുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഇതാണ് പാടം. ഇവിടെ നമുക്ക് ചോറ് കിട്ടുന്ന ദിവസം. ചോറ് ദിവസം ഞങ്ങൾ വലിച്ചു തിന്നുന്നത്. അനുവിന്റെ ഫുഡാണ് ഇതൊക്കെ. അനു ദിവസം അങ്ങനെ പച്ചപ്പുല്ല് വന്ന് തിന്നാറുണ്ട് ഗൈസ്. എന്റെ കൂടെ കൂട്ടി ചേരാറുണ്ട്. അതാണ് നമ്മുടെ കുഞ്ഞിപ്പുണ്ട്. വീടത്ത് നടക്കാൻ വയ്യാത്തപ്പോഴാണ് അവള് ഗൈസ് അങ്ങനെ വീഡിയോ എടുക്കും, ഇങ്ങനെ വീഡിയോ എടുക്കും. ഗൈസ്, നമ്മുടെ അജ്മ എന്തൊരു പാവമാണ്, എന്തൊരു പാവം, എന്തൊരു നീ പാവം പോലെ. ഞാൻ ഈ കാട്ടിൽ കൂടെ നമ്മൾ വരുന്നത്. വല്ല പാമ്പുണ്ടെങ്കിൽ നമ്മൾ തീർന്നു. തോട് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അതാണ് നമ്മള് ഡാമാണ് എന്നൊക്കെ പറഞ്ഞ ഡാമാണ് ഗൈസ്. ഈ കാട്ടിൽ കൂടെ നമുക്ക് നടക്കണമെങ്കിൽ കാര്യം നല്ല റോഡ് ഉണ്ട് അവിടെ, എന്നിട്ട് നമ്മളത് ചെയ്യില്ല. കാരണം എന്താണ്? അഡ്വഞ്ചർ ഗൈസ്, അഡ്വഞ്ചർ. നിനക്കത് വേണടി. നോക്കൂ ഗൈസ്, അവിടെ വീട് കേട്ടിട്ടുണ്ട്. പാക്കാം ഗൈസ്, ഇതാണ് നമ്മുടെ ഗൈസ്. അതല്ല, നമ്മുടെ തോട്ടിൽ ഒരു വീട് പോലെ എന്താ പറയാ സാധനം, ബ്രൂക്ക് സൈഡ് ഗാർഡൻ ആക്കാൻ പോണു ഗൈസ്. നമ്മുടെ വെയിലത്ത് പ്രാന്താണ്. നമുക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല, നമുക്ക് അവിടെ പോയി ചോദിക്കാം. എന്റെ വീഴ്ച കഴിഞ്ഞിട്ട് ഇത്ര എനർജിയോടെ ഞങ്ങൾ ഞങ്ങളുടെ സൺസ്ക്രീൻ കൂടെ പോകും. എന്റെ അറിവിൽ ഈ തോട് ഒരു ശ്മശാനമാണ്. സത്യമായിട്ടും ഇവിടെ ശ്മശാനമാണ് എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവിൽ തോട്. എന്താണ് പിന്നെന്താണ് ഇവിടെ അനുവിൻ്റെ അടുത്താണെന്നോ അത് പാടം തോട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രേതം പൊതുവേ നമുക്ക് ഓർമ്മ വരും ഗൈസ്. പിന്നെ ഒരു കാര്യം ഗൈസ്, എന്താണ് 2018 അല്ല, ഈ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഈ പാടതാ എന്തോ അതുവരെ ഈ തോട് കാണാതായിട്ട് ഇവിടെ ആരും എല്ലാവർക്കും അറിയാം ഗൈസ്. ഈ തോട്ടിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനെയോ വെള്ളത്തിൽ ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. കുറേ ഹിസ്റ്ററിയാണ് ഇതിനെ പറ്റി പറയാൻ. കേൾക്കാം, നമുക്ക് അതിലും പോവാം. ഒരു ബ്രേക്ക് നോക്ക് ഗൈസ്. വീണിട്ടും മാന്യ രീതിയിലുള്ള അജ്മയ പൊന്തക്കാട്ടിനുള്ളിൽ പോയി കിടക്കാണ് ഗൈസ്. നോക്ക് ഗൈസ്, കുത്തിയില്ല പോലെ തോട്ട് വെള്ളത്തിൽ വന്നിട്ടുള്ളേ ഗൈസ്. ഇവിടെ ഒരു വീടൊന്നുള്ളൂ, 1-2 വീടുണ്ട്. അല്ലാണ്ട് പിന്നെ ഈ ബ്രൂക്ക് സൈഡ് ഗാർഡൻ മാത്രമാണ് തോട്ടിലായിട്ടുള്ളത്. കം ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇവിടെ ഒരു പാലുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ബ്രൂക്ക് സൈഡ്. അതാ ഒരു വഴി കഴിഞ്ഞു ഗൈസ്. ഇതുവരെ എത്തിയിട്ട് വഴി കഴിഞ്ഞു, പക്ഷെ നമുക്ക് വേണ്ട, ഈ ഒറ്റയ്ക്ക് നടക്കാൻ അറിയാം. ഇവിടെ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് വീട്. 2 വീട് അടുത്ത് വീട് ശരിക്കാണ്. കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇവിടെ എത്തി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ താവളത്തിലോട്ട് എത്തിയിരിക്കാം. ഇതാണ് ഞങ്ങളുടെ താവളം. അതാണ് ആ മരം, അവിടെയാണ് നമ്മുടെ മെയിൻ സ്ഥലം. പാലത്തിന്റെ അടി
ഇവിടെ ഇപ്പോഴാണ് പാലം വന്നത്. അതൊരു മരത്തിന്റെ പാലായിരുന്നു, ഒരു പൊട്ടിപ്പൊളുന്ന സാധനം. അതാ മരം, അതാ താഴെ കിടക്കുന്ന മരമാണ് ഞങ്ങൾ ഇവിടെ പാലായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ബ്രൂക്ക് സൈഡ് കാരണം വന്നോ തള്ളാണ് കഴിച്ച് തള്ളു. ആ പാല പരിചയപ്പെടാൻ ഗൈസ്. ഇവിടെ ഒരു ശ്മശാനമാണെന്ന് കുറച്ച് മുന്നേ പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മ കുറച്ച് ടെററായത് കൊണ്ടും നമ്മളെ അവിടെ നിന്ന് ആട്ടി മുടുക്കിയിരിക്കുന്നു. അവരുടെ ഒറ്റ ഓട്ടം വിജയകരമായി തോൽവി സമ്മതിച്ചിരിക്കുന്നു. ശ്മശാനമാണ്. ഉച്ചക്ക് എന്തോ പേയളകെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചു കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ ലിപ്സ്റ്റിക് കിട്ടുന്ന 2 വീഴ്ച കഴിഞ്ഞ് ഇവിടെ മാത്രം ഇന്ന് വീഴാത്തുള്ളൂ. നമുക്ക് ഇന്ന് തള്ളിയിടണം.